അപ്പോൾ ഈ സമയത്ത് ശിവൻകുട്ടി ഇത്രയും പ്രകോപിതരാകാൻ എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയാണ്. പ്രകോപനം ഉണ്ടാക്കാനോ പ്രകോപിതരാകാനോ ഞാനില്ല. അതിന് എൻ്റെ രാഷ്ട്രീയ ബോധം എന്നെ അനുവദിക്കുന്നില്ല. ആ രാഷ്ട്രീയ ബോധം എല്ലാവർക്കും വേണം. PMCയെ സംബന്ധിച്ച് ശിവൻകുട്ടിയെ എന്തെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ ആളല്ല. PMCയെ സംബന്ധിച്ചുള്ള ലെഫ്റ്റ് രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം എന്താണെന്ന് ശിവൻകുട്ടിയെ പഠിപ്പിക്കാൻ എന്നേക്കാളും എന്തുകൊണ്ടും അർഹരും അവകാശമുള്ളവരും രവീന്ദ്രൻ മാഷുമാണ്. അവർ പഠിപ്പിക്കട്ടെ. PMC എന്ന പദ്ധതി NEP-യുമായിട്ട് കൂട്ടിയിണക്കപ്പെട്ട ഒന്ന് RSSൻ്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു നീക്കം, അതിനെപ്പറ്റിയുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരി എന്താണെന്ന് ഞാൻ പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് പഠിപ്പിക്കാൻ CPM-ൻ്റെ നേതാക്കൾ ഈ നാട്ടിലുണ്ട്. ഇതൊന്നും ഞാൻ പറയില്ല. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ നേതാവാണ്. ശിവൻകുട്ടി മാന്യ സുഹൃത്താണ്. ശിവൻകുട്ടി CPM നേതാവാണ്. ശിവൻകുട്ടി ആധുനികനായ വിദ്യാഭ്യാസ മന്ത്രിയാണ്. എല്ലാമാണ്. ശിവൻകുട്ടി നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. ഒരു കാരണവശാലും ശിവൻകുട്ടിയെ ചെറുതാക്കാൻ ഞാനില്ല. ശിവൻകുട്ടിയോട് ഞാൻ എന്താ പറയേണ്ടത്? PMCയും സമഗ്ര ശിക്ഷാ കേരളയും രണ്ടും ഒന്നല്ല. രണ്ടും തമ്മിൽ കൂട്ടിക്കെട്ടുന്നത് BJP രാഷ്ട്രീയമാണ്, അതല്ല നമ്മുടെ രാഷ്ട്രീയം. LDF രാഷ്ട്രീയമല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ വെളിച്ചത്തിൽ SSK ഫണ്ട് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട് എന്നതാണ് CPIയുടെ നിലപാട്. CPIയുടെ നിലപാടായിരിക്കും LDFനും അതായിരിക്കും സ്വീകാര്യം. എന്തായാലും CPM-ന് അത് മനസ്സിലാക്കുന്നതിന് കുറപ്പുണ്ട്. SSKയും PMCയും കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് ആ ന്യായം പറഞ്ഞ് അവകാശപ്പെട്ട SSK ഫണ്ട് തട്ടിപ്പറിക്കാൻ കേന്ദ്രം ശ്രമിച്ചാൽ ഇടതുപക്ഷം അതിനെ രാഷ്ട്രീയമായി അതുപോലെ തന്നെ നിയമപരമായി നേരിട്ടേ തീരും. ആ രാഷ്ട്രീയം LDF-നുണ്ട്. ആ രാഷ്ട്രീയം ശിവൻകുട്ടിക്ക് എന്തായാലും ബോധ്യപ്പെടും. രാഷ്ട്രീയ വിജയമൊന്നും അവകാശപ്പെടുന്നത് ശരിയല്ലെന്നാണ് ശിവൻകുട്ടി പറയുന്നത്. രാഷ്ട്രീയ വിജയമാണ് വിജയം ആർക്കാണെന്ന് പറയാൻ കഴിയുന്ന കാര്യമില്ലത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. പലവട്ടം എന്നോട് ചോദിച്ചു, എല്ലാം ചോദിച്ചു, ഈ വിജയം CPIയുടെ വിജയമല്ല എന്ന്. ഞാൻ പറഞ്ഞു, വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അളവുകോൽ വെച്ച് ഇതളക്കാൻ ഞങ്ങളില്ല. അതെൻ്റെ വാചകം, ഞങ്ങളില്ല. നിങ്ങൾക്ക് അങ്ങനെ അളക്കാൻ വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ പറയും, CPI പറയും ഇത് LDFൻ്റെ രാഷ്ട്രീയ വിജയമാണെന്ന് പറയും. ഞാൻ കൂട്ടിച്ചേർത്തു LDF രാഷ്ട്രീയത്തിൻ്റെ വിജയം, LDFൻ്റെ ഐഡിയോളജിയുടെ വിജയം, LDFൻ്റെ ഐക്യത്തിൻ്റെ വിജയം. ഞാൻ പറഞ്ഞത് അവിടെയാണ് CPI ഇപ്പോഴും നിൽക്കുന്നത്.